ചോരയല്ലേ? നോക്കണോ സാർ? എക്സാക്റ്റ് ആണ് സാർ. ഇതാരാ കണ്ടുപിടിച്ചത്? ആരാ പൗലോസേ? ശ്രീകുട്ടനാ സാർ. ശ്രീകുട്ട ഒറ്റയ്ക്കാ. എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? കുറച്ചാളായി. ഉറക്കെ കുറച്ചാളായി സാർ. ഈ കേസ് തീരും വരെയാക്കി വേറെ പണിയൊന്നും ഏൽപ്പിക്കരുത്. എൻ്റെ അവിടെ നിൽക്കട്ടെ. ഓക്കെ സാർ. ചിരിക്കല്ലേ ചിരിക്കല്ലേ. സോറി സാർ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് മാത്രം മനസ്സിലായോ? യെസ് സാർ. ഉറക്കെ. യെസ് സാർ. പോയി വാച്ച്മാനെ വിളിച്ചോണ്ടോ. ഓടും. പറ മോനിച്ച, ഇതാരുടെ ഷർട്ടാ? അറിയില്ല സാർ. അറിയില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഷർട്ട് കണ്ടിട്ട് ബാബുന്റെ ആണെന്ന് തോന്നുന്നു. ബാബുന്റെ. അതാരാ? മുതലാളിയുടെ കൈക്കാരനാ, പിങ്കർ ബാബു. അവനെ വിളി. അയ്യോ, അവരിവിടെ ഇല്ല സാറേ. അവൻ മുതലാളിയുടെ വഴക്കിട്ട് ഇറങ്ങിപ്പോയതാ. അതെനിക്ക് എങ്ങനെ അറിയാം? അന്നേരം ഞാനവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു പറഞ്ഞു. എന്താ സണ്ണി, നീ ഇന്ന് കട തുറന്നില്ലേ? കട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചേട്ടാ ഇപ്പൊ എന്നെ വിളിച്ചു പറയാത്ത തെറിയൊന്നുമില്ല. ഇതിപ്പോ അവിടെ വരെ അറിഞ്ഞോ? എടി അറിയാമേ, എടി നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കണ്ടവന്മാര് വീട്ടിൽ കയറി നിരങ്ങിയതും പോരാണ്ട് ആ വർഗീസ് വന്ന എന്റെ കൊച്ചിനെ തല്ലുകയും ചെയ്തല്ലോ എന്നാ ചേട്ടായി ചോദിച്ചേ. എന്താ എന്തിനാ കിടന്ന് ഒച്ച എടുക്കുന്നേ? നീ എന്തിനാണ് ഇവിടെ നടന്നൊക്കെ ഡെന്നിച്ചിനെ വിളിച്ച് പറയാൻ പോയത്? ആ ദണ്ണം കുറച്ചുണ്ടായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തേ. എല്ലാത്തിന്റെ ആണി അവനാ ആ പന്നി ബാബു. അവൻ ഇനി വീട്ടുമുറ്റത്ത് കയറ്റി പോരുത്, പറഞ്ഞേക്കാൻ ഞാൻ. അതെ, ഇവനുമായിട്ടുള്ള കൂട്ടങ്ങ് വിട്ടേക്ക്. ഇവിടത്തെ കാര്യം നോക്കാൻ ഞാനില്ലേ? ആ എന്നടാ സണ്ണി കാണാൻ കിട്ടാറില്ലല്ലോ? എടാ ഡേ നിർത്ത. നീ എന്താടാ കൊച്ചിൻ ദേഹത്ത് വണ്ടി കയറ്റത്? എന്നാ ആ അത് നമ്മുടെ പറമ്പ് കയ്യിൽ നിന്ന് പോവാതിരിക്കാനേ ആ വർഗീസിന്റെ മുകളിൽ കിട്ടൊരു പണി കൊടുത്ത. അവന്റെ ഒരു പണി. ഇറങ്ങിക്കോണേ മുറ്റത്തിന്ന്. പോകാൻ. അല്ല ഈ മറിയാ മേടത്തേക്ക് തന്നെ നിന്റെ ഇവിടുത്തെ തീനുകൂടിയൊക്കെ ഇന്നത്തോടെ തീർന്നു. ഇവിടുത്തെ കാര്യങ്ങൾ സണ്ണി നോക്കിക്കോളും. പണിയൊപ്പിക്കല്. എന്നാ എനിക്ക് കുറച്ച് കാശ് തന്നേക്ക്, ഞാൻ പോയേക്കാം. നിനക്കേ ഇവിടുന്ന് ഒരു ചെല്ലി കാശ് ഞാൻ തരത്തില്ല. ഇറങ്ങിക്കോണേ ഇവിടുന്ന്. എന്നടാ തണ്ണി, എന്നാ നീ എടുത്ത് വെച്ച് ഉണ്ടാക്കല്ല, ഞാൻ പോയേക്കുവാ. പറഞ്ഞ മനസ്സിലാവില്ല, പോടാ. എന്താ മോനെ? ഒന്നുമില്ലടാ. ആ എന്നാടി? ആ ഞാൻ ദേ വരുവാ. ആ ലോഡ് വന്നിട്ടുണ്ട്. കണക്ക് നോക്കി ഇറക്കിയില്ലെങ്കിൽ പറ്റീര് കിട്ടും. ഞാൻ പോയിക്കുവാ. നിനക്ക് കാശ് എന്തല്ലേ വേണോ? ഓ വേണ്ട. വേണ്ടെങ്കി വേണ്ട. എടാ വച്ചേ, നീ ഞാൻ ഡെന്നീസിനെ വിളിച്ച് വിവരമൊന്നും വിളമ്പാൻ നിൽക്കണ്ട കേട്ടോ. ആ ഞാൻ ആലോചിക്കാം. സർ, ബാബുവിന്റെ അച്ഛനും ഭാര്യയും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ ചിലപ്പോ ബാബു എവിടെയാന്ന്. എന്നാ അവരെ ഓഫീസിലേക്ക് വരാൻ പറ. സർ. ഇരിക്കും. ഈ ബാബു എവിടെ പോകുന്നു പറഞ്ഞാ പോയേ? ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി പോയതാ. ആ കമ്പത്തുന്ന നീയൊക്കെ ഏതാ? എന്നാലും ഈ രാത്രി തന്നെ അവിടെ പോയി. നാളെ രാവിലെ മതിയാ. ഞാൻ അങ്ങോട്ട് കട്ടമനയ്ക്ക് എത്തിക്കോളാം. ഈ രാത്രിയിൽ ഇത് എന്നാ ഓട്ടത്തിന് പോകുവാടാവേ? കിടന്നുറങ്ങാൻ നോക്ക്. അച്ചായ പണ്ട് വീട്ടിൽ നിന്ന് പോയിരുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ആയിരുന്നു അത്.
എന്നിട്ട് ഉണ്ടാകാവുന്നിരിക്കും. ഈ സംഭവം അറിഞ്ഞിട്ട് ബാബുവിനെ നിങ്ങൾ വിളിച്ചില്ലേ? വിളിച്ചു, എന്നിട്ട് കിട്ടിയില്ല. ഫോൺ ഓഫായിരുന്നു. ആ പേപ്പർ കൊടുക്കും. അവന്റെ നമ്പർ എഴുതിക്കേ. താഴെ നിന്റെ നമ്പർ. ഈ ബാബു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണോ? തന്തയോടാ ചോദിച്ചത്. കേട്ടു സാർ. എന്ത് കേട്ടു? ബാബുവിന് ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്നോ അതോ ചോദ്യം കേട്ടു? അത് അങ്ങനൊന്നുമില്ല സാർ. എങ്ങനൊന്നുമില്ല? അല്ല, സാറ് പറഞ്ഞ പോലെ ക്രിമിനൽ സ്വഭാവമൊന്നുമില്ല. മുതലാളിക്ക് വേണ്ടി അല്ലറ ചില്ലറ അടിപിടിയൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ ഒരാളെ കൊല്ലാനും മനസ്സൊന്നും അവനില്ല. ഇത് ബാബുവിന്റെ ഷർട്ടല്ലേ? ആണോ അതോ അല്ലേ? എനിക്ക് ഓർമ്മയില്ല സാർ. നീ പറയടി. എനിക്കറിയില്ല. കെട്ടിയവനെ രക്ഷിക്കാനാണ് ഭാവമെങ്കിൽ പൊന്നുമോളെ. നിനക്കറിയാമെങ്കിലേ സമ്മതിച്ചേക്കും മോളെ. ഇത് ഞാൻ പുറത്തലക്കിട്ടിരുന്നതാ.